വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. വീണ്ടും ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് ഒരവസരം കൂടി നൽകി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ദൈവത്തിന് ബോധിച്ച മനുഷ്യൻ ആര്? ദൈവത്തിന് ബോധിച്ച മനുഷ്യൻ ആര്? അതാണ് വചനത്തിലെ വാക്ക് തന്നെയാണ് ബോധിച്ച മനുഷ്യൻ. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ആര്? ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. ദാനിയേൽ പ്രവാചകന്റെ പ്രവചന ശബ്ദത്തിൽ പറഞ്ഞാൽ, ബുദ്ധിമാന്മാർ ആകാശത്തിലെ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അങ്ങനെ അനേകരെ നീതിയിലേക്ക് തിരിക്കുക എന്നുള്ള ഒരു മഹാലക്ഷ്യത്തോടു കൂടിയാണ്. നീതിയിലേക്കെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ നീതിയല്ല, അനേകരെ ദൈവനീതിയിലേക്ക് തിരിക്കുവാൻ നാം തുടങ്ങിയ ഒരു പരമ്പരയാണ് നീതിയുടെ വചനം എന്നുള്ളത്. അങ്ങനെ സത്യവചനത്തിലൂടെ നമുക്ക് നീതിയുടെ വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. ദാവീദിനെ സംബന്ധിച്ചാണ് ഈ വചനം നമ്മൾ ഉദ്ധരിച്ചിരിക്കുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഞാൻ യിശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദാവീദിനെ കുറിച്ചാണ് ദൈവത്തിന് ബോധിച്ച മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് വേറെ തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സുവിശേഷത്തിൻ്റെ നിർവചനം തന്നെ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ആരംഭിക്കുന്നത് ഏത് വ്യക്തിയിൽ നിന്നാണ്? ഈ ദാവീദിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അല്പം ഒരു ചെറിയ അവലോകനം ആവശ്യമുണ്ട്. അതായത്, ഇസ്രായേലിൽ ആദ്യം ഒരു രാജാവില്ലായിരുന്നു. ആദ്യത്തെ രാജാവായിരുന്നു ശൗൽ. ശൗലായിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. എന്നാൽ ശൗലിനെ സംബന്ധിച്ച് വ്യക്തിപരമായി നാം പറഞ്ഞാൽ, അസൂയയ്ക്ക് കയ്യും കാലും മുളപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ശൗൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അസൂയയുടെ മൂർത്തിഭാവമാണ്. അതുകൊണ്ട് എന്താ അവന് സംഭവിച്ചത്? വചനം എന്താണ് പറയുന്നത്? ദൈവമക്കളെ, ഈ അസൂയ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതായത് സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധവുമാണത്. അതെടുത്താണ് മനുഷ്യ സമൂഹത്തെ സാത്താൻ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, മറ്റൊരു മനുഷ്യൻ്റെ നന്മ കാണാൻ ഇന്ന് മനുഷ്യ സമൂഹത്തിന് മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമല്ല. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ നന്മ കാണുന്നത് ഇഷ്ടമല്ല. അതാണ് അസൂയ എന്ന് പറയുന്നത്. ഇതാണ് ഇന്ന് മനുഷ്യ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ശൗലിൻ്റെ തകർച്ചയ്ക്കും കാരണം അതായിരുന്നു. അസൂയ
അസ്ഥികളെ ഉരുക്കുന്നു എന്നാണ് വചനം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്വയം നശിക്കും. ശൗൽ എങ്ങനെയാണ് സ്വയം നശിച്ചത്? സ്വന്തം വാളുകൊണ്ട് വാൾ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ് ആണ് ശൗൽ മരിക്കുന്നത്. അങ്ങനെ ആത്മഹത്യയായിരുന്നു ശൗൽ. മാത്രമല്ല, ശൗലിൻ്റെ കുടുംബം മുഴുവൻ അങ്ങനെയായിരുന്നു. ശൗലിൻ്റെ മക്കളും ശൗലിനോട് ചേർന്ന് നിന്ന എല്ലാവരുടെയും മരണം അങ്ങനെയായിരുന്നു. അങ്ങനെ ആ അസൂയ അവിടെ പര്യവസാനിച്ചു. ആ അസൂയയുടെ പര്യവസാനത്തോടു കൂടിയാണ് ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കുവാനായിട്ട് ദൈവം ശമൂവേൽ പ്രവാചകനെ അഭിഷേകം ചെയ്തു. ശമൂവേൽ പ്രവാചകനാണ് വന്ന്, ശമൂവേൽ പ്രവാചകന് ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ചാണ് ശമൂവേൽ പ്രവാചകൻ വന്ന് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. ദാവീദ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇസ്രായേലിനോട് ചോദിച്ചാൽ അവർ പറയും, ഇന്നും ദാവീദിനെ അവർ ആരാധിക്കുന്നവരാണ്. അവർ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചരിത്രത്തിലെ ഒരു വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ദാവീദ് രാജാവ്. അതുകൊണ്ടാണല്ലോ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ് ഇന്നും ഇസ്രായേൽ ജനം പാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ മുഴുവൻ ദാവീദ് എഴുതിയതെന്നുള്ളതാണ് സങ്കല്പം. എന്നാൽ മറ്റു ചിലരും അതിൽ എഴുത്തുകാരായി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തന്നെയും ദാവീദിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതിയിട്ടുള്ളതാണ്. അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം ദാവീദാണ് ചെയ്യുന്നത്. ദാവീദിൻ്റെ ആദർശങ്ങളാണ് സകല സങ്കീർത്തനങ്ങളുടെയും ഉള്ളടക്കം. ദാവീദിൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സവിശേഷത എന്തായിരുന്നു? ദൈവത്തെ എപ്പോഴും സ്തുതിക്കുക, ആരാധിക്കുക. അതായിരുന്നു ദാവീദിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള തൻ്റെ സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത്. ദാവീദിൻ്റെ സ്തുതി 150 സങ്കീർത്തനങ്ങൾ കഴിഞ്ഞിട്ടും പോരാതെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ അത് മുഴുവൻ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ മുഴുവൻ പ്രൈസ് ദി ലോർഡ് ദൈവസ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ വന്ന് ദാവീദ് ഏറ്റവും 150-ാമത്തെ അധ്യായത്തിൽ, ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ ഒടുവിലത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതി. എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചിരിക്കണം എന്നാണ്. കാരണം എന്നതാ, ഈ സ്തുതികളിലാണ് ഇസ്രായേലിൻ്റെ ദൈവം വസിക്കുന്നത് എന്ന് ദാവീദിനറിയാം. ദാവീദിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നാം കിടക്കുമ്പോൾ, ഈശായിയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയ മകൻ, അത് ഈശായിയുടെ കണക്ക് കൂട്ടലനുസരിച്ച് ഏറ്റവും കഴിവില്ലാത്തവൻ, ബാക്കിയുള്ളവരെയൊക്കെ ഉന്നതമായ നിലകളിലാക്കി, സൈന്യത്തിലും അവിടെ ഇവിടെയൊക്കെ ആക്കി. എന്നാൽ ദാവീദ് ഇതിനൊന്നും കഴിവുള്ളവനല്ല എന്നാണ് പിതാവിൻ്റെ നിഗമനം. അതൊരു നിഗമനം മാത്രമാണ്. ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാനായിട്ട് ദാവീദിനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ശമൂവേൽ പ്രവാചകന് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വന്ന അവസരത്തിൽ, ഈശായിയുടെ മകനെ അഭിഷേകം ചെയ്യാൻ വന്ന അവസരത്തിൽ ഓരോരുത്തരെയായി ശമൂവേൽ പ്രവാചകൻ വിളിച്ചു. അവരാരും അഭിഷേകത്തിന് യോഗ്യതയുള്ളവരല്ല എന്ന് പ്രവാചകന് വെളിപ്പാടുണ്ടായി. എന്നാൽ ഏറ്റവും ഒടുവിൽ താൻ ചോദിച്ചു, ഇനി ആരുമില്ലേ മക്കൾ? ഇനിയും ഒരാളുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുക. ഉടനെ അവനെ വിളിക്കുക. ആടിനെ മേയിച്ചുകൊണ്ട് നടക്കാൻ കാരണം എന്തുവാ? കാരണം മാതാവും പിതാവും അവനെ തടഞ്ഞത്. അതുകൊണ്ടാണ് ദാവീദ് പിന്നെ തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്, എൻ്റെ മാതാവും പിതാവും എന്നെ ഉപേക്ഷിച്ചു,
പ്രൈസ് ദി ലോർഡ്. എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും, ദൈവം ഒരാളെ സ്നേഹിക്കണമെന്ന് വിചാരിച്ചാൽ, അവനെ ഉയർത്തണമെന്ന് വിചാരിച്ചാൽ, ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആക്കിയിരിക്കും. അങ്ങനെയാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി. ഇനി ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ആകാനായിട്ടുള്ള എന്തെല്ലാം യോഗ്യതകളാണ്! ഒരുപാട് യോഗ്യതകൾ ദാവീദിലുണ്ട്. ചെറുപ്രായത്തിൽ വീണയും കിന്നരവും ഒക്കെ ആയിട്ട് ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ ഇതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. മലഞ്ചെരുവിലും പാറയുടെ മുകളിലുമൊക്കെ കയറിയിരുന്ന് ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിക്കുകയാണ് ദാവീദ്. ദാവീദ് ദൈവത്തെ പാടി ആരാധിക്കുന്നതാണ് സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ ദാവീദ് രാജാവായി കഴിഞ്ഞു. ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും ഒടുവിലത്തെ മകനായ ദാവീദിനെ കാട്ടിൽ ആളയച്ചു വരുത്തി. കാട്ടിൽ നിന്നും ആളയച്ച് അവനെ വരുത്തി. അവൻ വന്നതിന് ശേഷമാണ് ശമൂവേൽ പ്രവാചകൻ ഭക്ഷണം പോലും കഴിക്കുന്നത്. അവനെ തൻ്റെ തൈലക്കൊമ്പിൽ നിന്ന് തൈലമെടുത്ത് അവനെ പൂശി അവന് രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോൾ ശൗലിന് ശേഷം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യത്ര ചെയ്യുന്നത്. ദാവീദ് രാജാവായി കഴിഞ്ഞതിന് ശേഷം ദാവീദിൻ്റെ സ്വഭാവം എന്തായിരുന്നു? എന്നാൽ ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ആരായിരുന്നു? ശൗലിൻ്റെ സേനാനായകനായിരുന്നു. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള സംഭവം നമുക്കറിയാം. ഗോലിയാത്ത് വന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. ശൗല് പേടിച്ചരണ്ടിരിക്കുകയാണ്. അപ്പോൾ താൻ എന്താണ് ചെയ്തത്? താൻ തൻ്റെ ഇസ്രായേൽ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടോ ഈ പാലസ്തീൻകാരനോട് പൊരുതുവാൻ, ഫിലിസ്തീനോട് പൊരുതുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. എല്ലാവരും പുറകോട്ട് മാറി. കാരണം അത്രമാത്രം ബലിഷ്ഠനായിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു ഈ ഫിലിസ്തീൻ. ഇവൻ ഈ ഫിലിസ്തീനെ, ഈ ഗോലിയാത്തിനെ എങ്ങനെ അമർച്ച ചെയ്യും? അവൻ വെല്ലുവിളിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോലിയാത്ത് എന്താ വെല്ലുവിളിക്കുന്നത്? ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് അവൻ വെല്ലുവിളിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് വന്ന് മല്ല് പിടിച്ച് അവനെ തോൽപ്പിച്ചാൽ വിജയം ഇസ്രായേലിനാവും. എന്നാൽ അവനെ തോൽപ്പിച്ചാൽ വിജയം ഇസ്രായേലിൻ്റെതാകും. എന്നാൽ അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആർക്കാവും ഭരണം? പിന്നീട് ഫെലിസ്തീനാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. അവൻ വെല്ലുവിളിച്ചു. അപ്പോൾ ദാവീദ് ഏറ്റവും ഒടുവിൽ സൈന്യത്തിലൊക്കെ തൻ്റെ സഹോദരന്മാരെ കാണാനെന്നുള്ള ഭാവത്തിൽ അവൻ ആഹാരമൊക്കെ ആയിട്ട് ദാവീദ് പോർക്കളത്തിലേക്ക് പോവുകയാണ്. പോർക്കളത്തിലേക്ക് ചെന്നപ്പോൾ ദാവീദിനെ കണ്ട അവസരത്തിൽ ഗോലിയാത്ത് പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? അവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്താണ് അവൻ്റെ കോൺഫിഡൻസ്? അവൻ ചെറുപ്പത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ ഒരു കരടിയെയും സിംഹത്തെയും അവൻ വലിച്ചു കീറി കൊന്നവനായി. അത് അവൻ്റെ കഴിവ് കൊണ്ടല്ല എന്നവനറിയാം. ദൈവത്തിൻ്റെ കഴിവ് കൊണ്ടാണ്. ദൈവം അവനെ കൊണ്ട് ജയിച്ചതാണ്. ദാവീദിന് ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടായി. ഈ ഗോലിയാത്തിനെ നീ നേരിടണം. നിന്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല.
ദാവീദിൻ്റെ കയ്യിലൊന്നുമില്ല, ഒരു ചവണ മാത്രം, അത് മതി. പിന്നെന്തുണ്ട്? എൻ്റെ കീശയിൽ 5 കല്ലുണ്ട്, അതും വേണ്ട, 1 മതി. 5 വേണ്ട, 1 മതി. പുറപ്പെടാൻ പറഞ്ഞു. അവൻ പുറപ്പെട്ടു പോയി ഗോലിയാത്തിനെ വെല്ലുവിളിച്ചു. ഗോലിയാത്തിനെ വെല്ലുവിളിച്ച് ഒറ്റ ഏറുകൊണ്ട് ഗോലിയാത്ത് നിലംപരിയായി, ഫ്ലാറ്റായിപ്പോയി. അങ്ങനെ ഫെലിസ്ത്യ സൈന്യത്തെ മുഴുവൻ ദാവീദ് തോൽപ്പിച്ചു. ഫെലിസ്ത്യൻ്റെ ഗോലിയാത്തിൻ്റെ ശിരസ് വെട്ടി അവനെ വധിച്ച് അനേകർ ഫെലിസ്ത്യ പാളയത്തിൽ തകർന്നു വീണു. അതിനുശേഷം ഇസ്രായേലിൽ തന്നെ ഒരു പാട്ടായി. എന്താണ് പാട്ട്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇത് കേൾക്കും തോറും ശൗലിന് ഇരിക്കപ്പൊറുതിയില്ല. അവൻ അസൂയ കൊണ്ടങ്ങ് വിളയുകയാണ്. ദാവീദിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അപ്പോൾ ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പല മാർഗങ്ങളവൻ നോക്കി. എല്ലാം പരാജയപ്പെടുകയാണ്. എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുകയാണ് ചെയ്യുന്നത്. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വരുന്നതിന് മുമ്പാണ് നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പോകുന്നിടത്ത് മുഴുവൻ കെണി ഒരുക്കുകയാണ് ഇവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. ഇവൻ്റെ പുറകെ നടക്കുകയാണ്. ഇവന് സേനാ നായകനായിരുന്ന അവസരത്തിലാണ് ശൗലിൻ്റെ മകളെ പോലും ഇവനെ അവൻ പറഞ്ഞതനുസരിച്ച് വിവാഹം ചെയ്തു കൊടുത്തു, മീഖളിനെ. ശൗലിൻ്റെ മരുമകനാണെന്ന് ഓർക്കണം. എന്നിട്ടും അവനെ വധിക്കാൻ വേണ്ടി നടക്കുകയാണ്. അവൻ ഒളിച്ചോടേണ്ടി വന്നു. ദാവീദിനെ ഒളിച്ചോടി അവൻ ഒരു ഗുഹയിൽ പോയി പാർത്തു. ആ ഗുഹയിൽ പാർക്കുന്ന അവസരത്തിൽ ദാവീദ് പോകുന്നിടത്തെല്ലാം തൻ്റെ കൂട്ടാളികളുമായിട്ടാണ് പോകുന്നത്, തൻ്റെ സേവകരുമായിട്ടാണ് പോകുന്നത്. താനും കൂട്ടാളികളും ഒളിവിൽ ഗുഹയിൽ പാർക്കുന്ന അവസരത്തിൽ ശൗൽ വേട്ടയാടാനായിട്ട് ആ ഗുഹയിൽ ചെന്നു. ശൗൽ വേട്ടയാടാനായിട്ട് ചെന്ന് നടന്ന് ക്ഷീണിച്ച് അവിടെ ആ ഗുഹയിൽ ഒരു സ്ഥാനത്ത് ചെന്ന് കിടന്നുറങ്ങി. ഈ ഗുഹയിലായിരുന്നു ദാവീദും കൂട്ടരും ഒളിച്ചിരുന്നത്. അത് ശൗലിനറിയില്ലായിരുന്നു. ശൗൽ കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ ദാവീദിൻ്റെ കൂട്ടർ വന്ന് ഇവനെ കണ്ടുപിടിച്ചു, ശൗലിനെ കണ്ടുപിടിച്ചു. ഇതാ നിന്റെ ശത്രു അവിടെ കിടന്നുറങ്ങുന്നു, നിനക്ക് അവനെ വധിക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണിത്. അപ്പോൾ ദാവീദ് ചിന്തിച്ചു, ദൈവം അഭിഷേകം ചെയ്തവനാണ് അവൻ, അവനെ ഞാൻ കൊല്ലുകയില്ല. അവൻ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ അങ്കിയുടെ അവൻ്റെ കുപ്പായത്തിൻ്റെ അരികെ അവൻ്റെ വാളുകൊണ്ട് തന്നെ വെട്ടിയെടുത്ത് അവൻ അതിൻ്റെ ഒരു മുറി കൊണ്ടുവരുന്നു. അവൻ്റെ ഉറക്കം അവനെ ഉണർത്താതെ. എന്നിട്ട് പിന്നീട് അത് ഇവനെ വധിക്കാനൊരവസരം ലഭിച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് പിന്നീട് ദാവീദ് അത് ആ വസ്ത്രത്തിൻ്റെ അഗ്രം കാണിച്ച് ശൗലിനെ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും ശൗലിനൊരു തിരിച്ചറിവുണ്ടായില്ല. അവൻ്റെ അസൂയ അടങ്ങിയില്ല, കെട്ടടങ്ങിയില്ല. അവൻ എന്നിട്ടും അവൻ നോക്കണം ദാവീദ് എത്രമാത്രം ഒരു ശത്രു സ്നേഹിയായിരുന്നു. ആ ശത്രു സ്നേഹിയെ വാസ്തവത്തിൽ യേശു ക്രിസ്തു അംഗീകരിക്കുന്നു എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ സുവർണ നിയമങ്ങളിൽ ഉള്ളതാണ്. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ സുവർണ നിയമം? നിങ്ങളോ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഇത് അക്ഷരം പ്രതി പാലിച്ചവനാണ് ദാവീദ്. അങ്ങനെയാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി വന്നത്. ദാവീദ് അതിനുശേഷം ഈ ശൗലിൻ്റെ
അസൂയ കാരണം അവൻ സ്വയം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനുശേഷം അവൻ രാജാവായി കഴിഞ്ഞു. ദാവീദ് രാജാവായി കഴിഞ്ഞു. ദാവീദ് രാജാവായി കഴിഞ്ഞതിന് ശേഷം താൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ, ദാവീദ് സിംഹാസനത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ ദാവീദിന് മനസ്സിലൊരു ചിന്തയുണ്ടായി. എന്നെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ട് നടന്ന ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് സേവകരെ വിട്ട് ദാവീദ് അന്വേഷിപ്പിക്കുന്നുണ്ട്. സേവകരെ വിട്ട് അന്വേഷിപ്പിച്ചപ്പോൾ ദാവീദിനെ ആ സേവകർ വന്ന് അറിയിച്ച ഒരു കാര്യം, മെഫീബോശത്ത് എന്ന് പറയുന്ന യോനാഥാൻ്റെ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട്. യോനാഥാനൊക്കെ മരിച്ചുപോയി. മെഫീബോശത്ത് എന്ന് പറയുന്ന ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ എങ്ങനെയുള്ളവനായിരുന്നു? അവൻ 2 കാലും മുടന്തുള്ളവനായിരുന്നു. 2 കാലും മുടന്തുള്ളവനായാലും അവനെ പോയി കൊണ്ടുവരാൻ ദാവീദ് തൻ്റെ സേവകരെ അയച്ചു. ദാവീദിൻ്റെ ആഗ്രഹം എന്താണ്? ശൗലിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് തനിക്ക് കരുണ കാണിക്കണം, കൃപ കാണിക്കണം. അതാ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ആ കൃപ, ആ കരുണ. ആ കരുണ ദാവീദിന് ശത്രുവായിരുന്ന ശൗലിൻ്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ആ കൃപ കാണിക്കുവാൻ ദാവീദിന് മനസ്സിലായി. ദാവീദിന് മനസ്സായി. ദാവീദ് ആളിനെയിട്ട് അവനെ വിളിപ്പിച്ചു. അവൻ വന്ന് ദാവീദിൻ്റെ മുമ്പാകെ കവിണ്ണ് വീണു. കവിണ്ണ് വീണിട്ട് അവൻ പറയുകയാണ്, ഞാൻ ഈ സന്നിധിയിലേക്ക് വരുവാൻ യോഗ്യതയുള്ളവനല്ല. ചത്ത നായുടെ പോലും വിലയില്ലാത്ത എന്നെ എന്തിനീ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നു? അന്നു മുതൽ ഈ മെഫീബോശത്തിനെ ദാവീദിനോട് കൂടെ ഭക്ഷണം കഴിക്കുവാൻ, ദാവീദിൻ്റെ മേശയിൽ തന്നെ ഭക്ഷണം കഴിക്കുവാൻ ദാവീദ് ഒരുക്കുക അത്ര ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ദാവീദ് ഏർപ്പെടുത്തി. അതാണ് യഥാർത്ഥ ശത്രു സ്നേഹം എന്ന് പറയുന്നത്. ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വാസ്തവത്തിൽ മുടന്തർക്കും കുരുടർക്കും പ്രവേശനമില്ല. അങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് അന്നത്തെ ഒരുപക്ഷെ ഇസ്രായേലിലെ നിയമം വല്ലതും ആയിരിക്കാം. കൊട്ടാരത്തിൽ അവർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. എന്നാൽ നിയമങ്ങൾക്കതീതമായി കരുണശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ആരിൽ? ദാവീദിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. നിയമങ്ങൾക്കതീതമായി പ്രവർത്തിക്കുന്ന കരുണ ദാവീദിൽ പ്രവർത്തിച്ചതുകൊണ്ട് അവനോടൊപ്പം ആഹാരം കഴിപ്പാനും സിംഹാസനത്തിൽ അവനോടൊപ്പം വസിക്കാനും ദാവീദ് മെഫീബോശത്തിന് അനുവാദം കൊടുത്തു. അതുമാത്രമല്ല, അവനൊരു മകനുണ്ടായിരുന്നു, അവനൊരു കുടുംബമുണ്ടായിരുന്നു മെഫീബോശത്തിന്. അവരെ മുഴുവൻ സംരക്ഷണ ചെയ്യുവാനായിട്ട് ഈ മെഫീബോശത്തിനെയും അവൻ്റെ മകനെയും സംരക്ഷണ ചെയ്യുവാനായിട്ട് ഏതാണ്ട് 35 സേവകരെ ദാവീദ് അപ്പോയിൻ്റ് ചെയ്തു. അത്രമാത്രം കരുണയാണ് താൻ ഈ ശത്രുവിൻ്റെ മകനോട് ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ആരാണ്? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവനാണ്. ശത്രുവിനെ സ്നേഹിക്കുക, അതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയും. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്?
ദൈവം അയച്ചവനിൽ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണ്? ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവം അയച്ചതാരെയാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞ വചനം വിശ്വസിക്കുക. യേശു ക്രിസ്തു പറഞ്ഞ വചനം എന്താണ്? നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. അതാരാണ് ചെയ്തത്? ദാവീദ് ചെയ്തു. അങ്ങനെ ദാവീദ് ആരായി തീർന്നു? ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനായി, ദൈവത്തിന് ബോധിച്ച മനുഷ്യനായി തീർന്നു, ദൈവത്തിൻ്റെ ഹൃദയം അനുസരിച്ചുള്ള മനുഷ്യനായി തീർന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് ബോധിച്ച മനുഷ്യനായി ഈ ലോകത്ത് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. അതിന് ദൈവം നല്ല പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവവചനം ജീവന്റെ വചനം.